ഒരു പ്രൊഫഷണൽ പെയിൻറ്റർ അല്ലാത്ത ഏതൊരാൾക്കും നിസ്സാരമായി ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. നമുക്ക് ജനലിൻ്റെ ഫ്രെയിം പെയിൻ്റ് അടിക്കണമെങ്കിലോ പ്രൈമർ അടിക്കണമെങ്കിലോ ഇങ്ങനെ ചെയ്താൽ ഈ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഗ്ലാസ്സിലൊന്നും പറ്റാതെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു പുതിയ ബ്രഷാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നൊരു പഴയ ബ്രഷിനകത്താണ് ഇത് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ചിൻ്റെ ബ്രഷ് എടുത്ത് ഇതേപോലെ ചെയ്യും. പുതിയൊരു ബ്രഷ് മേടിക്കാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2 ഇഞ്ചിൻ്റെയോ അതല്ലെങ്കിൽ ഒരു 3 ഇഞ്ചിൻ്റെ ബ്രഷ് ആയാലും കുഴപ്പമില്ല. ബ്ലേഡ് ഇതേപോലെ ഒരു പുട്ടി ബ്ലേഡ് മേടിക്കുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡോ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജനലിൻ്റെ പെയിൻറ്റ് മേടിച്ചിട്ട് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനോടിങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊരു കോട്ടൺ വേസ്റ്റ് വെച്ച് നമ്മളിതൊന്ന് വൃത്തിയാക്കണം. ബ്ലേഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ പറ്റുന്നത് അതേപോലെ ആ ബ്ലേഡിൻ്റെ സൈഡിൽ പറ്റുന്നത് ഗ്ലാസ്സിൽ പറ്റാൻ സാധ്യതയുണ്ട്. ഏതൊരു ആൾക്കും നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലേഡ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വൃത്തിയാക്കണം. നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാമെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിൽ പറ്റത്തില്ല. ഗ്ലാസ്സിലൊന്നും പറ്റാതെ നമുക്ക് വൃത്തിയായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും. ഇതിപ്പം ചെയ്യുന്നത് ഓയിൽ പ്രൈമറാണ് അടിക്കുന്നത്. നമ്മളിത് ഓയിൽ പ്രൈമർ മേടിച്ച് അടിച്ചേച്ച് അതിനകത്ത് എവിടെയെങ്കിലും ഗ്യാപ്പുകളോ ഹോളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുട്ടിയിട്ടേച്ച് അതിൻ്റെ പുറത്ത് പെയിൻറ്റ് നമുക്ക് അടിക്കാവുന്നതാണ്. ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണൽ പെയിൻറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചിൻ്റെ ഒരു മാസ്കിൻ്റെ പൊട്ടിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ ഈസി ആയിട്ടിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലെ സൈഡിൽ വേണമെങ്കിൽ നമുക്കിതേപോലെ അടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് മേടിച്ച് അതിനകത്ത് ടർപ്പൻ മിക്സ് ചെയ്യുമ്പം കൂടുതലും ആൾക്കാർ കൂടുതൽ ടർപ്പൻ ഒഴിക്കും. ഈ അറിയാൻ വയ്യാത്തവർ ചെയ്യുമ്പോൾ എപ്പോഴും ടർപ്പൻ കുറച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 100 മില്ലി കൂടുതൽ ടർപ്പൻ ഒഴിക്കരുത്, മിക്സ് ചെയ്യരുത്. ടർപ്പൻ ആയാലും ടിന്നർ ആയാലും മിക്സ് ചെയ്യരുത്. മാക്സിമം ഒരു 100 മില്ലി ഒഴിക്കുക, അതിൽ കൂടുതൽ ഒഴിക്കരുത്. ഒഴിക്കാതെ തന്നെ നമുക്കിതേപോലെ 2 ഇഞ്ചിൻ്റെയോ 3 ഇഞ്ചിൻ്റെയോ ബ്രഷ് വെച്ച് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് കളർ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ ഈ ഗ്ലാസിൻ്റെ സൈഡിൽ ഒരു ഇച്ചിരി പറ്റിയാൽ തന്നെ അന്നേരം തന്നെ നമുക്ക് ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് തുടച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഗ്ലാസ്സിൽ പറ്റാതെ അതിൻ്റെ സൈഡ് കോർണറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ പെയിൻറ്റർ ചെയ്തതുപോലെ തന്നെ അത്രയും വൃത്തിയായിട്ട് തന്നെ നമുക്കിതിനകത്ത് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും.